ചാടിയതിൻ്റെ രീതിയിലും ഇവൾക്കെതിരെ ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ FIR ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. മറ്റു കൂടെയുള്ള 2 പേർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യം നമ്മൾക്കറിയാം. അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല. യെസ്, അങ്ങനെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദേവദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള അവളെ പീഡിപ്പിക്കാൻ നോക്കിയ വ്യക്തി. അവൾ ആരാണ്? ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അവൾ എന്ന് പറഞ്ഞാൽ മുക്കത്ത് പീഡനത്തിന് ഇരയായിട്ട് ഇന്നലെ ഈ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ സമയത്താണ് നമ്മളെല്ലാവരും ഏകദേശം ഒരു 24 hours മുന്നേ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. ആ കരച്ചിൽ കാതിൽ ഇങ്ങനെ കംപ്ലീറ്റ് മുഴങ്ങി കേൾക്കുകയാണ് അല്ലേ. അതായത് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ഒരു പീഡനം നടക്കുന്ന സമയത്ത്, ഒരു പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരു പെൺകുട്ടി നേരിടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറുത്തുനിൽപ്പ്, രക്ഷപ്പെടാനുള്ള ആ ഒരു ശ്രമം കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ശബ്ദം അടങ്ങിയിട്ടുള്ള വീഡിയോ ദൃശ്യം ഓരോ മലയാളിക്കും, ഓരോ മനുഷ്യനും, കാതുകളുള്ള ഏതൊരുത്തനും അത് മനസ്സൊന്നും മറക്കാൻ കഴിയില്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇന്ന് ഈ ദേവദാസൻ എന്ന് പറഞ്ഞിട്ടുള്ളവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്തിൽ ബസ് യാത്ര ചെയ്ത സമയത്താണ് അറസ്റ്റ് ചെയ്തത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസിൻ്റെ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ഈ ഓഫീസർ അങ്ങനെയല്ല പറയുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ വായിൽ നിന്ന് അങ്ങനെ വീണ് പോയതായിരിക്കാം. പക്ഷേ കേട്ട സമയത്ത് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അയാൾ സംസാരത്തിൽ ഒരു മനുഷ്യന് ചിലപ്പോൾ സംസാരം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. കൺട്രോൾ ഇൻ ദ സെൻസ് ചിലപ്പോൾ അദ്ദേഹം എന്നോ അയാളെന്നൊക്കെ വന്നു വരും. ഓരോരുത്തരുടെ വേ പീപ്പിൾ സ്പീക്ക് അതായിരിക്കും ഒരു പക്ഷേ. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ ഒന്നെന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിന് അപ്ഡേറ്റ് ഉള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെ ഇനിയും കിട്ടാനുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം ഈ 2 പേരെ കിട്ടിയിട്ടില്ല. റിയാസോ സുരേഷ്, ഈ 2 പേരെ കിട്ടിയിട്ടില്ല. ദേവദാസനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദേവദാസനെ കണ്ടു. ഞാൻ സത്യം സീരിയസ് ആയിട്ട് പറയാം, ഈ ക്ലിപ്പിൽ അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ തംബ്നെയിൽ ന്യൂസ് ചാനൽസ് കൊടുക്കുന്ന സമയത്ത് ഇത് പീഡനം കേസിലെ ആ പ്രതിയായിട്ടുള്ള ദേവദാസനാണെന്ന് പറയാതെ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കൈക്ക് ഫീൽ ചെയ്യുക എന്താ, ഒരു റിട്ടയർ ചെയ്യാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ കയറുന്നു അല്ലേ. ആ ഒരു ലാഘവത്തോടു കൂടി റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഓഫീസറോ അങ്ങനെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഗസറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ സിമ്പിളായിട്ട് കയറുന്നു. അല്ലാണ്ട് അയാളുടെ മുഖത്തോ അയാളുടെ ഇതിലോ ഒരു ഭാവമാറ്റം വേണമെന്നല്ല, പക്ഷെ ഭാവമാറ്റം ഉണ്ടാവില്ല അല്ലേ. കാരണം എന്ന് വെച്ചാൽ പേവേർട്ടായിട്ടുള്ളൊരു വ്യക്തി അത്രയും ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് ഒപ്പം ആളെയും കൊണ്ടുപോയി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വ്യക്തി ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രഡീഷണൽ രീതിയിലാണ്, പരമ്പരാഗത രീതിയിലാണ് ഇയാൾ ഈ കുട്ടിയുടെ അടുത്തും അയാളുടെ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ ഹോട്ടൽ നടത്തുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഹോട്ടൽ ഫീൽഡ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അതായത് ഇവരുടെ ഈ രീതിയിലുള്ള ആസക്തിയുള്ള സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിൽ മേഖലയാണ് അവർ തുറന്നു കൊടുക്കുക. വേറെ ഒരു തൊഴിൽ മേഖലയില്ല, ഹോട്ടൽ ഇൻഡസ്ട്രി. ഇവരെങ്ങനെ ഒറ്റയ്ക്ക് കിട്ടും, അവർ വിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻ വരും, ലേറ്റ് അവർ ജോലി ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനത്തെ പല രീതിയിലും കുട്ടികളെ ഇതിന് കിട്ടുന്ന, സ്ത്രീകളെ ഇതിന് കിട്ടുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേഖല ഇയാൾ തുറന്നു കൊടുത്തു. എന്നിട്ട് ഇവർ ഈ ട്രഡീഷണലി പരമ്പരാഗത രീതിയിൽ ഇതുപോലത്തെ ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കിളവൻ സാമ്പത്തിക വാഗ്ദാനങ്ങൾ നടത്തുന്നു. അച്ഛൻ്റെ പോലെയാണ്, അച്ഛൻ്റെ വാത്സല്യം അല്ലേ, പോലെ അച്ഛനല്ല. അച്ഛൻ വരെ കഥയാണ് ഇപ്പോൾ ഈ കാലത്ത്. സഹോദരൻ വരെ മോശമാണ്. അച്ഛൻ്റെ പോലെ, സഹോദരൻ്റെ പോലെ, അമ്മാവൻ്റെ പോലെ ആ പോലെ വെച്ചിട്ടാണ് ഇവൻ ഫേവേഴ്സ് ചെയ്തു കൊടുത്തു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം എപ്പോഴാണോ അതിൻ്റെ സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ആ സമയത്ത് വഴങ്ങാത്തത് കൊണ്ട് അല്ലെങ്കിൽ വഴങ്ങാൻ വേണ്ടിയിട്ട് പരമ്പരാഗതമായ രീതിയിൽ പ്രഷർ കൊടുത്തുകൊണ്ടിരുന്നു. വേറെ പരഗതി ഉണ്ടാവില്ല ആ കുട്ടിക്ക്. അപ്പോൾ എന്തു ചെയ്യും? വേറെ മാർഗ്ഗമില്ല. ഇവന് വഴങ്ങി കൊടുക്കല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. ആ ഗണത്തിൽ ഈ കുട്ടീനെ അവൻ പെടുത്തി കൂടെ ആരും ഇല്ലാത്ത നേരം നോക്കി ഒറ്റയ്ക്ക് റൂമിൽ ചെന്നു. പക്ഷെ ആ കുട്ടി എന്തോ ദൈവത്തിൻ്റെ ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ സമയം ശരിയല്ലാത്ത ഒറ്റ കാര്യം കൊണ്ട്, ഇവൻ്റെ കൂട്ടാളികളുടെയും സമയം ശരിയല്ലാത്ത ഒറ്റ കാര്യം കൊണ്ട്. ആ കുട്ടിയുടെ സമയം കൂടുതൽ ഞാൻ പറയില്ല, കാരണം അതിങ്ങനെ ഇറങ്ങി ഓടല്ലേ, ഇത് വീണാണ് ചെയ്തിരിക്കുന്നത്. അത് പരിക്ക് പറ്റി അല്ലേ, അതിൻ്റെ ഒരു കുറ്റമില്ല.
ദാരിദ്ര്യം കൊണ്ട് ദൂരെ നാട്ടിൽ ചെന്ന് ജോലി കണ്ണൂരുള്ള കുട്ടി ദൂരെ നാട്ടിൽ ചെന്ന് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, അതിൻ്റെ ഒരു അവസ്ഥ കാരണം, അതിൻ്റെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ കാരണം അതിൻ്റെ നട്ടലിന് പരിക്ക് പറ്റി കിടക്കേണ്ട സിറ്റുവേഷൻ വന്നു അത് അല്ലേ. എന്താണെങ്കിലും ഇന്നത്തത് ഇവൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഇവൻ്റെ കാറ് നിർത്തിയിട്ട് പോലീസിനെ കബളിപ്പിക്കാൻ പോയി. പോലീസ് എങ്ങനെയോ കണ്ടുപിടിച്ചു. കേരള പോലീസ് സല്യൂട്ട് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും. കേരള പോലീസ് പിടിക്കാത്ത കുഴപ്പമൊന്നുമില്ല. അവർക്ക് അത്യാവശ്യം നല്ല കഴിവുള്ള ആൾക്കാർ ഫോഴ്സിലുണ്ട്. ഇൻ്റലിജൻ്റ് ആയിട്ട് കഴിവുള്ള പ്രവർത്തിക്കാനുള്ള നട്ടലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ അവർ പിടിച്ചു എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. അല്ലാതെ ഇന്നലെ വീഡിയോ വന്നതുകൊണ്ട് അതിൻ്റെ പ്രഷറിൽ പിടിച്ചതാണ് എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. നമുക്കങ്ങനെ പറയണ്ട. ആൾക്കാരങ്ങനെ പലതും പറയുന്നുണ്ട്, വേറെ മാർഗം ഉണ്ടായിട്ടില്ല എന്ന്. അതിനിടയ്ക്ക് ഇന്നൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഏതൊരു ചങ്ങാതിരെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഏതൊരുത്തൻ്റെ പ്രസംഗമല്ല, ഫോൺ സംഭാഷണം കേട്ടു. ന്യൂസ് 18 പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങൾ മാർച്ച് നടത്തിയതുകൊണ്ടാണ് ഇന്ന് പോലീസ് അവനെ പിടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ആരെങ്കിലുമൊക്കെ വരണമല്ലോ അല്ലേ. കഷ്ടം. എന്താണെന്നുണ്ടെങ്കിലും ആ വീഡിയോ വന്നതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ്, വേറെ മാർഗം ഉണ്ടായിരിക്കില്ല. കാരണം ഇറ്റ്സ് വെരി ക്ലിയർലി എവിഡൻ്റ് ആണ്, വേറെ ഒരു മാർഗ്ഗമില്ല ഇതിങ്ങനെ ശ്രമം നടന്നിട്ടുണ്ടെന്നുള്ളത്. ഇന്നലെ തന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധുവിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ബന്ധുവിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നുണ്ട് പിന്നെ ആദ്യം ഒരു കൂട്ടാക്കിയില്ല, FIR ഇതാക്കിയില്ല, അങ്ങനെ ഒരു അതായത് ഈ ഇരയായ പെൺകുട്ടീനെ വരെ മോശമാക്കുന്ന രീതിയിൽ വരെ പോലീസുകാർ സംസാരിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. പിതൃവാത്സല്യം. ഏതായാലും ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചെന്തറിയോ, ആ ഹോട്ടലിൽ ഇവൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ജോലി ചെയ്ത് ഇപ്പോൾ അവിടെ ഇല്ലാത്ത കുട്ടികളുടെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക്. അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ തന്നെ ഈ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് ആൾക്കാരെങ്ങനെയാവും ആ ഒരു കുട്ടീനെ കാണുക, ആ ഒരു ജോലി ചെയ്തിട്ടുള്ള സ്ത്രീനെ കാണുക അല്ലേ. അവിടെ ഈ സ്ത്രീയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയോ കഷ്ടമാണ്. എന്താണെന്നുണ്ടെങ്കിലും ഏറ്റവും വേറൊരു കാര്യം കൂടി, ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം, വീണതിന് ശേഷവും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു മൊഴി കൊടുത്തിട്ടുണ്ട് കുട്ടി. നട്ടലിന് ക്ഷതം ആയിട്ട് പരിക്ക് പറ്റിയിട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് കിടക്കുന്ന ഒരു കുട്ടീനെ കാല് പിടിച്ച് വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. അല്ല, ഇതും കേട്ടിട്ടുള്ളൂ നമ്മളെ നാട്ടിലല്ല, എല്ലാം നമുക്ക് ന്യൂസാണ്. വെരി അൺഫോർച്ചുനേറ്റ്. ആ പോലീസിൻ്റെ ആൾ പറയുന്ന ചെറിയൊരു ഇത് മാത്രം കേട്ടോ. സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമതിനെതിരെയാണ് ഈ പരാതി വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ നിജസ്ഥിതി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിൽ FIR അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു. നമ്മൾ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു. അത് സഫലമാവുകയും ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിൽ കൂടിയും ഇയാളെ കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം. ബസ്സിനകത്ത് പിന്നെ ബസ്. യെസ്, ഈ ന്യൂസ് നിങ്ങൾ ഒരുവിധം കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം അറിയാം. എന്നാലും ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും പിടിച്ചു. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ കുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ ഹി ഹാസ് ടു ബി പണിഷ്ഡ് അല്ലേ. അല്ലാതെ ആ കുട്ടിക്ക് നീതി കിട്ടിയെന്നുള്ള ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഈ ടോപ്പിക്കിൽ വീഡിയോ തുടങ്ങിയ സിറ്റുവേഷനിൽ ഇപ്പോഴും തിരിച്ചു വരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ, ഇത് അനുഭവിക്കുന്ന ഒരു കുട്ടി ഏത് രീതിയിലാണ്, എന്താണ് കരച്ചിൽ എന്നുള്ളത് ഇനിയുള്ള തലമുറയെങ്കിലും അറ്റ്ലീസ്റ്റ് സഹോദരങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളിത് കേൾക്കണം. അപ്പം എന്താ അറിയോ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ ആണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ അതൊന്ന് ഇമാജിൻ ചെയ്യണം. എന്നെ സത്യം ഞാൻ അത് വീണ്ടും എടുത്ത് പറയാൻ കാരണം അറിയോ, എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു കരച്ചിലാണ് ആ കുട്ടിയുടെ. അതായത് മാനം വിൽക്കാൻ കഴിയില്ല, വോട്ടെവർ. അപ്പോൾ ഈ ഒരു കേസിൽ ഇതാണ് അപ്ഡേറ്റ്. ഇനി ഫർദറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.